സഹൃദരെ നമസ്കാരം. മാച്ച് 38 ബെൽജിയം വേഴ്സസ് ഇറാൻ കളി കഴിഞ്ഞിരിക്കുകയാണ്. പ്രഡിക്ഷൻ 2-1 ആയിരുന്നു, പക്ഷേ കളി 0-0 ടൈയിലാണ് അവസാനിച്ചത്. ബെൽജിയത്തിന് ഒരുപാട് അവസരം ഉണ്ടായിരുന്നു, പക്ഷേ എന്ത് ചെയ്യാം, ഒന്നും കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. ഡിബ്രൂയിന് ഒരുപാട് ക്രിയേറ്റിവിറ്റി ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒന്നും വേണ്ട രീതിയിൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയില്ല. ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ കളി ഡോമിനേറ്റ് ചെയ്യുമെന്ന് പറയാം ബെൽജിയം. പക്ഷേ ഫൈനൽ തേർഡിൽ തീരെ പോരായിരുന്നു ബെൽജിയത്തിന്. ഈ ഒരു പ്രകടനം വെച്ചിട്ട് മുകളിലോട്ട് പോയിട്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടോ എന്ന് പോലും അറിയത്തില്ല. അമ്മാതിരി പ്രകടനമാണ് നടത്തിയത്. ഇപ്പം 2 പോയിന്റ് വെച്ച് 2 ടീമിനായി. ബെൽജിയവും ഇറാനും 2-2 പോയിന്റ്, 2-2 ഡ്രോ ആണ്. ഇറാൻ ഇതുവരെ അൺബീറ്റൻ ആണ് ഈ ടൂർണമെന്റിൽ എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. ഇറാൻ അതെന്തായാലും പൊളിച്ച്. ഇറാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നല്ല ഡിഫൻസീവ് ഡിസിപ്ലിനാണ് കാണിച്ചിരിക്കുന്നത്. അവർ എന്താ പറയുക, ഷേപ്പ് ഔട്ടൊന്നും ആയില്ല, അങ്ങനെ അധികമൊന്നും ആയിട്ടില്ല. ഇവരെ പിന്നാലെ പോയി മാറിക്കേണ്ട അവസ്ഥയൊന്നുമില്ല. ഇവർ അങ്ങോട്ട് വരുതിച്ച് കളിക്കുമ്പോഴത്തെ കളി തന്നെയാണ് കളിച്ചത്. അടിപൊളി. അതുപോലെ അവരുടെ തരേമി, അവരുടെ സ്ട്രൈക്കർ ഒരു ഗോൾ അടിച്ചെങ്കിലും അത് ഓഫ് സൈഡ് ആയിട്ട് പ്രഖ്യാപിക്കപ്പെടുകയാണ് ചെയ്തത്. അതാണ് ആ ഗോൾ മിസ്സായത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇറാൻ ജയിക്കാൻ വരെ സാധ്യത ഉണ്ടായിരുന്ന കളിയാണ്. പിന്നെ അതുപോലെ എന്താ പറയുക, ഇറാൻ അത്യാവശ്യം കൗണ്ടർ അറ്റാക്സും ഉണ്ടായിരുന്നു. എടുത്ത് പറയേണ്ട പ്രകടനം എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ ഗോൾ കീപ്പർ തന്നെയാണ്, വീരവാൻ്റെ തന്നെയാണ്. വീരവാൻ്റെ പുള്ളിക്കാരനാണ് ഇന്നത്തെ കളി കംപ്ലീറ്റ്ലി ഇറാനി ഒരു പോയിന്റ് വാങ്ങിച്ചെടുക്കാനുള്ള റീസൺ തന്നെ പുള്ളിക്കാരനാണ്. അസാധ്യമായിട്ട് കൂടെ ചെയ്ത് ഡിഫൻസിൽ നല്ല പോലെ സപ്പോർട്ട് ചെയ്ത് കളിച്ചിട്ടുണ്ട്. കൂടെ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ്. ഗെയിം ചേഞ്ചിങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 66-ാമത്തെ മിനിറ്റിൽ കണ്ടത് നമ്മുടെ നദാൻ നെഗോയ്ക്ക് റെഡ് കാർഡ് കിട്ടി ബെൽജിയത്തിൻ്റെ. അതായത് ഒരു സൂപ്പർ ചാൻസ്, തരേമി ഉറപ്പ് ഗോളാക്കേണ്ട ഒരു ചാൻസ് ആണ് തകർത്ത് കളഞ്ഞത്. അതിന് റെഡ് കാർഡ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ചാൻസോട് കൂടിയാണ് ലൈക്ക് അവരപ്പുറത്തേക്ക് 10 പേരായി. അതിലാണ് കുറച്ചുകൂടെ ബെൽജിയം ടൈറ്റായത്. എന്തൊക്കെ പറഞ്ഞാലും 0-0. ഇനി അടുത്ത കളി ബെൽജിയത്തിനും ജയിച്ചേ പറ്റുള്ളൂ, അതുപോലെ ഇറാനും ജയിച്ചേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയാണ്. ബെൽജിയം ന്യൂസിലാൻഡായിട്ടും ഇറാൻ ഈജിപ്റ്റായിട്ടാണ് അടുത്ത കളി വരേണ്ടത്. എന്തായാലും അടുത്ത കളിയുടെ വിശേഷമായിട്ട് കാണും വരേക്കും ബൈ.